പണ്ട് ഇതുപോലെ പാണ്ടൊക്കെ ഇട്ടുവാട്ടെ ജോലിക്കൊന്നും പറഞ്ഞിട്ട് പോയതാണ്. അടുത്ത ദിവസം അതുപോലെ തിരിച്ചു വന്നു. അതുപോലെ ആവോ ഇതും? അതുപോലെ അല്ല ഇത്. അടുത്ത ദിവസം തിരിച്ചു വരാനൊന്നുമില്ല. വെരി ഗുഡ്. മാക്സിമം ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ നോക്കാം, എന്നിട്ട് വരാം. മക്കളെ, ഇത്രയും ദൂരത്തുള്ള ജോലിക്കൊക്കെ പോണോടാ. നീ വിടണ്ടേ അവനെ പിടിച്ചേ ഒക്കത്ത് പിടിച്ച് വെച്ചോണ്ടിരി. എന്നിട്ട് വേണം അച്ഛനെ പോലെ ഒരു മൊണ്ണയായിട്ട് അവൻ മാറാൻ. ഇനി ഇവിടെ ആരും എന്നെ പിടിച്ചു നിർത്താൻ നോക്കണ്ട, ഞാൻ പോണു. അതിന് നിന്നെ ആര് പിടിച്ചു വെച്ചേക്കണേ? ഇറങ്ങി പോടേ. ഡാ, നിങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലാത്തതിന്റെ വിടവ് അറിയും പോകുമ്പോ. ആ വിടവ് ഞാൻ MC വെച്ചേ ഒട്ടിച്ചെടുത്തോളാം. അമ്മ, ഞാൻ അവിടെ എത്തുമ്പോഴേ എന്നെ ഒന്നും വിളിക്കണേ നിങ്ങൾ. വിളിക്കാം. അമ്മ ഫോണ് നോക്കിയിരിക്കും, മക്കൾ എടുക്കണം. നമ്മളും ഫോൺ നോക്കി ഇരിക്കോടാ. നിന്റെ കോള് വരുമ്പോഴേ കട്ട് ചെയ്യാൻ വേണ്ടി. നീ ജോലിക്ക് കൊണ്ടേടാ? സമയായില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ ജോലിയിലെ ഞാൻ പിടിച്ചു കയറും. നീയല്ലേ പിടിച്ചു കയറണ? മോളിലെത്തുമ്പോ ആരെങ്കിലും അറുത്ത് വിട്ടോളും. സ്വന്തം ചേട്ടൻ നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോ ഊക്കുന്ന അനിയൻ തെണ്ടി. മഹേഷ്, അവിടെ എന്തിനാണ് ജോലി? അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അമ്മ. അതിൻ്റെ അകത്ത് 500 സ്റ്റാഫും ഉണ്ട്, 500 കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ആഹാ, അവിടെ എന്തിനായിട്ടാണ് നിന്റെ പോസ്റ്റ്? സ്വീപ്പർ. ഓ, മറ്റേ കമ്പ്യൂട്ടറിൽ കുത്തണ പരിപാടി. അല്ലല്ല, കമ്പ്യൂട്ടർ കഴിക്കുന്ന സ്ഥലങ്ങളെ തുറപ്പുകൊണ്ട് വൃത്തിയാക്കുന്ന പരിപാടി. തൂക്കാനും തുടക്കാടാ നീ പോണത്? യാതൊരു ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. അത് ശരിയാണ്. എത്ര ഉണ്ട് ശമ്പളം? 4000. റൂം വാടക 10000. അപ്പൊ പിന്നെ ബാക്കി പൈസ നീ ഇവിടെ ഒപ്പിക്കോടാ. അത് ഞാൻ ഓവർ ടൈം എടുത്തേ സ്വിഗ്ഗി ഓടി അടച്ചോളാം, വിഷമിക്കണ്ട. ഓഫീസ് ജോലി എത്ര മണി വരെയാണ്? 24/7. ഒരു ദിവസം 56 മണിക്കൂറുള്ളോണ്ട് നിനക്ക് ഓവർ ടൈം എടുക്കാൻ കാണും. അതാണ് എൻ്റെ ആകെ പ്രതീക്ഷ. യവന്ത്രയുടെ ഇങ്ങനെ നീ നേരെ ചൊവ്വേ ഇവിടെ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ പണിക്കെങ്ങാനും പോണ്ട കാര്യം ഉണ്ടായിരുന്ന. കഴിഞ്ഞ കാലം ഓർത്ത് വ്യാകുലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ. പകരം യവനെയും ഓർത്ത് വരും കാലങ്ങൾ ദുഃഖിക്കാനായിരിക്കും നമ്മുടെ വിധി. സത്യം. നിന്നെയും ഓർത്ത്. അമ്മ, പറയടാ മുത്തുമണി. ഒരു 500 തരാൻ കാണും. അവിടെ ചെന്നിട്ട് തൂപ്പും തുറപ്പും കഴിഞ്ഞിട്ട് അയച്ചു. വണ്ടിക്കൂലിക്ക് പോലും അവന്റെ പൈസ ഇല്ല. എന്നാ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു 500 ആയാലും മതി. എന്റെ കയ്യിൽ പൈസ ഇല്ല, ബാങ്കിലാണുള്ളത്. ഏത് ബാങ്കിലച്ചാ? ഷിഷ് ബാങ്ക്. എടാ, നിന്നെ ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടാക്കണോ? ബൈക്കിൽ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്നാ മതി. ഒന്നും വേണ്ടേ, ഞാൻ നടന്നാണെങ്കിലും പൊയ്ക്കോളാം. അമ്മ, പോയിട്ട് വാ നീ. പിന്നെ എല്ലാവരും പറ്റുമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് വണ്ടറിലേക്കുള്ളത്. നമുക്ക് ഒത്തുകൂടായിരുന്നു. അവിടെ തൂപ്പുണ്ടോ നിനക്ക്? ആരും വരണ്ട. എന്താടാ നീ ഒരുമാതിരി അണ്ടിലെ സ്കോറിലെ കണക്കിരിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അവ ഒരു ഓളോ ഒരു നച്ചാ. ഓ, അവന് തലയ്ക്ക് ഓളമുള്ളതുകൊണ്ടല്ലേ ഈ പൈസക്കുള്ള ജോലിക്ക് അവൻ പോയത്. അങ്ങനെ അല്ല അച്ഛാ, എനിക്ക് അങ്ങോട്ട് അടി കൂടാനും എന്നെ കാലേ വാരി തറയിലടിക്കാനും അവനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോയപ്പം ഇപ്പൊ ഒരു ഒറ്റപ്പെടൽ. അതിനകത്ത് ഞാൻ കാലേ വരുത്തറ അടിക്കാൻ നിന്നെ. ഐ ആം കേപ്പബിൾ. അല്ല, ഞാൻ ഒരു ഉപമ പറഞ്ഞത്. എടാ, അവ എൻ്റെ മോനല്ലേ. ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലിയാണെന്ന് പറഞ്ഞാലും കൂടിപ്പോയ 2 ദിവസം അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് അവ ഇങ്ങോട്ട് വരൂലേ? എനിക്ക് തോന്നണില്ല. അവ രക്ഷപ്പെടൂടാ. നമുക്കൊരു തിരിച്ചടിയാവോ? എന്തായാലും എൻ്റെ ഒരു കൂട്ടുപോയി. കുത്തുവാക്ക് പറയേണ്ടിയിരുന്നു. മാസം റീചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും അയച്ചെന്നാ മതിയായിരുന്നു. അവന്റെ മൂട്ടിയിട്ട് കുത്തിയിട്ടേ ഇപ്പൊ അയച്ചു തരും. എടാ, ഫുട്ബോൾ കളിക്കാൻ മഹേഷ് ഇല്ല, അവൻ ജോലിക്ക് പോയി. ഇനിയിപ്പോ അവന് വരെ നമുക്ക് ശുക്കൂറിനെ കയറ്റാം. നീയും കൂടെ ഒരു ജോലി നോക്കാത്തത് എന്തിന്? അല്ല, നീയും കൂടെ ടീമിൽ നിന്ന് പോയാൽ നമുക്ക് വേറെ ഒരാളെടുത്ത് ബാപ്പിളിമുക്ക് FC ജയിപ്പിക്കായിരുന്നേ. മര്യാദയ്ക്ക് ഫോം വെച്ചിട്ട് ഗ്രൗണ്ടിൽ വന്നാണ്. പിന്നെ വരുമ്പോ പമ്പും കൂടെ എടുത്തോ, കാറ്റില്ല. ആരൊക്കെ നിനക്കാ? ബോളിന് മര്യാദയ്ക്ക് വേടാ. ഞാനും ഖാദർ മാത്രമേ കളിക്കാൻ കാണുള്ളൂ എന്നാണ് തോന്നണ. ഫുട്ബോള്, വാപ്പിളിമുക്ക് ഗ്രൗണ്ട്, പിറകിൽ അതേ തവളച്ചാട്ടം. ഷോർട്ട് പുട്ട് ഫുട്ബോളാണെന്ന് കരുതി ഹെഡർ ചെയ്ത് പടിയായ ബ്രിജേഷ് അണ്ണ, നിങ്ങളിങ്ങ് വരീ. എടേ, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. എങ്ങനെയുണ്ട്? തന്നെ പേടിച്ച് ഞാൻ നിന്നപ്പിൽ പെടുത്തണ്ണ. പിന്നെ സുഖം തന്നെ, കാണാനില്ലായിരുന്നല്ല. ഇപ്പൊ എന്തിങ്ങോട്ട് വന്നാ?
പരലോകത്ത് ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെ വന്ന. ആഹാ, ക്രിസ്മസ് ആയിട്ട് അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നും ഇല്ലായിരുന്നാ? ഉണ്ട് ഞാനല്ലേ ഐക്കൺ പ്ലെയർ. പിന്നെ ഇവിടെ മെസ്സി വരുമെന്ന് അറിഞ്ഞായിരുന്നു, അതിവിടെ പ്രമാണിച്ച് വന്നതാണ്. കണ്ടത് തന്നെ. പിന്നെ മഹേഷിനെ കണ്ടില്ല? അവൻ വലിപ്പിച്ചെണ്ണ ജോലിക്ക് പോയി. അവൻ എന്തൊരു കന്നന്തിരിയോടെ കാണിച്ചത്. 26-ാം വയസ്സിൽ ഓരോ പൊട്ടത്തരങ്ങൾ. അതൊക്കെ പോട്ട്, വേറെന്തൊരു വിശേഷം പറയും ഇങ്ങോട്ട്. ഈയിടെ പരലോകത്ത് ജിമ്മന്മാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഏത് സമയം നോക്കിയാലും അവന്മാരെ ഡമ്പലെടുത്ത് അടിയോടടി. ഞാൻ ഒരുത്തന്നെ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് വർക്കൗട്ട് ചെയ്യണേന്ന്. അപ്പൊ അവൻ പറയണേ ദീർഘായുസിന് വേണ്ടിയെന്ന്. പറയണ കറക്റ്റ് തന്നെ, ഞാനിപ്പോ ജിമ്മിൽ പോവുകയാണ്. അപ്പൊ പരലോകത്ത് നമുക്ക് ഒത്തുപോകാം അങ്ങോട്ട്. പിന്നെ അവിടെ ആരെങ്കിലും സെറ്റായ? ആ, ഒരുത്തി സെറ്റായി, ലീലാമണി. പക്ഷെ അവളെ ഫ്ലാഷ് ബാക്ക് അങ്ങോട്ട് ശരിയല്ല. അതെന്താ? ഈയിടെ കാമുകനെ തലക്കടിച്ച് കൊന്നിട്ട് സ്വന്തമായിട്ട് വിഷം കുടിച്ച് മരിച്ച അവൾ എങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക് ശരിയാവണ? പിന്നെ വേറൊരുത്തി അങ്ങോട്ട് ഒത്തു വന്നതാണ്, ഒരു അത്ലറ്റ്. പക്ഷെ അവളുടെ കായിക ഇനെ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അത് പറയുമ്പോൾ എനിക്ക് ട്രോമ വരണം. എന്തായിരുന്നു അവളുടെ കായിക ഇനം? ഷോട്ട് പുട്ട്. എന്തിനിരുന്ന് കിണിക്കണ? ജീവിച്ചിരിക്കണ നിനക്ക് ഏതെങ്കിലും പെണ്ണ് ഇവിടെ സെറ്റായ? അപ്പൊ മരിച്ച ഞാൻ തന്നെ ഭേദം. ഇത് ഷോട്ട് പുട്ട് തന്നെയാടാ. വല്ലവന്റെയും പറമ്പിന്ന് കുറെ പാക്ക് കിട്ടി. ചാഞ്ചാടിയാടി ഉറങ്ങുന്നേ, ചെറിഞ്ഞാടിയാടി ആടാൻ വരട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണാ. ഈ നാട് ശരിയല്ല, ഇവിടുത്തെ ആൾക്കാരും ശരിയല്ല. മക്കളെ ചെത്തു, നീ എന്തിവിടെ? കാര്യം ഒന്നുമില്ല ആമി, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ അണ്ണനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മാമിയുടെ അഭിപ്രായം എന്തിനാണ്? അണ്ണൻ പറയണ പരലോകത്തിനേക്കാളും ബെറ്റർ ഇവിടെയാണെന്ന്. ശരിയാണാ? എനിക്കിവിടെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, നല്ല നല്ല അഭിപ്രായമാണ്. ഇത് മറ്റേ നമ്മുടെ ചന്ദ്രയാമയല്ലേ? ഓ, കുടുംബശ്രീ കമത്താൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഏക സഹായി. എടാ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? നോർമൽ അല്ലേ? പിന്നെ ഞാൻ നോർമലാണ്. നിങ്ങളണ്ണാ? 100% നോർമൽ. ആ, അണ്ണനും നോർമലാണ്. അപ്പൊ ഞാനാണ് അബ്നോർമൽ. ചേച്ചിയേ, എന്താണ് ഇങ്ങനെയാണെന്ന് കാരണ? നിങ്ങളെ മോന് വട്ടാണ്. വട്ട് നിന്റെ കൊച്ചച്ചന് അത് ചെറുതായിട്ടുണ്ടായിരുന്നു. അനാവശ്യം പറഞ്ഞു സന്ത്രി. നിങ്ങളെ മോനെ നടുറോട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പിച്ചും പയ്യും പറയാണ്. സത്യം പറയും ചേച്ചി, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന നിങ്ങൾ ആരടുത്തും പറയാതെ മറച്ചു വെച്ചത് തന്നെ. മറച്ചു വെച്ചേക്കായിരുന്നു ഞാൻ. എന്നിട്ടേ നിന്റെ മോക്ക് കെട്ടിച്ചതിനു വേണ്ടി ഇരിക്കായിരുന്നു. അവക്ക് കുഴപ്പമുണ്ടല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് സൂക്ഷിച്ചാ തുക്കിക്കണ്ട. ചെറുക്കനെങ്ങാനും ഇളവി വന്ന വല്ല ചങ്ങലയ്ക്ക് ഉടനെ ചങ്ങലയ്ക്കെണ്ണോ അതാ കൂട്ടിടയ്ക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്നെ പാപ്പിക്കണ്ട. ചെറുക്കന് മാത്രമല്ല, തള്ളയ്ക്ക് ഉണ്ട് ഭ്രാന്ത്. വെറുതെ മൂത്താവ് ഇവിടെ ഒന്ന് തലതെറിച്ചോണ്ട് ഓടിയത്. അമ്മ, അയ്യോ, ദാ വരുന്ന നാറാണത്ത് ഭ്രാന്തൻ. ഇനി ഇവിടെ നിന്നാ വല്ല കല്ല് ഉരുട്ടി തലയിട്ട് തരും. ഞാൻ പോണേ ചേച്ചി. നീ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോയില്ലേ? ഇല്ല, വഴി വെച്ചേ ഞാൻ ഒരു ദോസ്തിനെ കണ്ട്, ബ്രിജേഷ് അണ്ണനെ. എന്താ നിന്റെ കൈ പൊക്കി വെച്ചിരിക്കണത്? കക്ഷത്ത് പോലെ കുരു ഉണ്ടാ? അമ്മ, ഇതാണ് ബ്രിജേഷ്. ഞാൻ തന്നെ അമ്മേ. ചന്ദ്രി പറഞ്ഞത് ഇനി എങ്ങാനും ഉള്ളത് തന്നെ. എടാ, മാമിക്ക് എന്നെ കാണാൻ പറ്റൂല, അതാണ് കണ്ണും തള്ളി ഇങ്ങനെ നിക്കണ. ഓ അമ്മ, നമ്മക്ക് രണ്ടുപേർക്കും കൂടെ ചോറ് വിളമ്പിക്കാണി. 2 പേർക്കാ? ആർക്കൊക്കെ? എനിക്കും അണ്ണനും. എനിക്ക് ലൈറ്റായിട്ട് മതിയേ. അങ്ങനെയാണെങ്കിലേ അണ്ണന് പാത്രത്തിൽ 2 CFL ബൾബ് വിളമ്പി കൊടുത്താൽ മതി, അണ്ണൻ കഴിച്ചോളും. വരിയണ്ണ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ആ, വെട്ടി 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 വെട്ടിയെടുത്ത്. സ്റ്റോൺ ജിത്തു, പേപ്പർ നീ എന്തിനാ ഇവിടെ കാണിക്കണ? സ്റ്റോൺ. അച്ഛൻ, ഞാൻ ബ്രിജേഷ് അണ്ണൻ്റെ കൂടെ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കായിരുന്നു. ഓ, സ്റ്റോൺ പേപ്പർ സിസർ. നടക്കട്ടെ. അല്ല, സ്റ്റോൺ പേപ്പർ സിസർ ആരോടെ കളിക്കണം? ബ്രിജേഷ്, ഫ്രീ കിക്ക് ബ്രിജേഷ്. ഏത് മറ്റേ 10 കൊല്ലം മുമ്പ് തലേ കൂടെ സാധനം വന്നടിച്ച് മരിച്ചുപോയ അവരുടെ അടുത്താ? ആ പൊണ്ണ തന്നെ. അല്ല, അണ്ണൻ തന്നെ. നടക്കട്ടെ. ഞാൻ ഇപ്പൊ വരാം. ചരിച്ചേ, നമ്മുടെ ഇളയ മോനില്ലേ, അവിടെ നിന്ന് സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചോണ്ടിരിക്കണം. ആ
ഫ്രീ കിക്കിന്റെ കൂടെ അല്ലേ? ആ നിനക്കറിയായിരുന്ന? നീ കണ്ട? കണ്ടില്ല, അവൻ പറഞ്ഞു. ഇത് നിന്റെ കുടുംബത്തിൽ നിന്ന് കയറിയത് തന്നെ. ഫ്രീ കിക്കാ? അല്ലല്ല, നട്ടഭ്രാന്ത്. ചന്ദ്രിയോട് നേരത്തെ വന്ന് പറഞ്ഞു ചെറുക്ക കിളി വന്ന് നടക്കുകയാണെന്ന്. ചന്ദ്രി പറഞ്ഞത് കാര്യാക്കണ്ട. അതെന്ത്? അവക്ക് ഭ്രാന്താണ്. ഇത് സംഭവം മറ്റേതാണ്, ഡിപ്രഷൻ. എന്തിന്? എടി അവനും മൂത്തവനോടല്ലേ എപ്പോഴും വള്ളിക്കേസ് വടിവെട്ടൊക്കെ നടക്കണത്. അവൻ പോയപ്പം അവന്റെ സമനില തെറ്റി, അത് തന്നെ, വേറെ ഒന്നുമില്ല. എന്റെ ഒരു ചെറുക്കൻ വീട് വിട്ടുപോയി, വീട്ടിലുള്ളവരാണെങ്കിൽ ബോധവും പോയി. നിങ്ങൾ ഇങ്ങനെ തമാശ പറയാതിരിക്കണ. അമ്മ, ഞാനും ബ്രിജേഷണ്ണനും കൂടെ കവലയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. പോയിട്ട് വാ. പിന്നെ ബ്രജേഷിന് എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്കണേ. എടേ, നിന്റെ അച്ഛൻ വീണ്ടും ചെറുപ്പായി കേട്ടാ. തന്നെ അച്ഛാ, അണ്ണൻ പറയണേ അച്ഛൻ വീണ്ടും ചെറുപ്പായെന്ന്. ജലജ ചെറുക്കന് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തം ഡൈ ആണെന്ന്. അമ്മ, അച്ഛാ പോയിട്ട് വരട്ടാ. അതെ, ഇത് കൂടുതലിന് മുമ്പ് വല്ലതും ചെയ്യണ്ടേ? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മറ്റവനെ വിളിച്ചു വരുത്തണം, എന്നിട്ട് അവന്റെ ട്രോമ മാറ്റണം. ഷോ, എന്റെ ചെറുക്ക ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടി പോയതാണ്. അവനെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ അവനെ കണ്ട ഗിയറും മാറ്റി ആക്സിലേറ്ററും കൂട്ടി ചവിട്ടി നടക്കേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് വിളിക്കവനാ. ബ്രിജേഷ്, മഹേഷ്, നീ ഇതെവിടാ? ഞാൻ ഇവിടെ 8ാം നില തൂത്തോണ്ട് നിൽക്കണം അച്ഛാ. നീ അവിടെ 8ാം നില തൂത്തോണ്ടിരി. ഇവിടെ ചെറുക്കന്റെ സമനില തെറ്റി. ക്ഷമിക്കണം അച്ഛാ, അവനേക്കാൾ എനിക്ക് വലുത് എന്റെ കയ്യിലിരിക്കുന്ന എന്റെ ചൂലാണ്. അതാണ് എന്റെ കരിയർ. എവനും സമനില തെറ്റിയാ. എടാ, നിന്ന് കൊണാണ്ടടിക്കാതെ കയറി വാടാ പെട്ടെന്ന്. ലീവ് കിട്ടൂല. അച്ഛൻ മരിച്ചെന്ന് പറ, അല്ല അപ്പൂപ്പൻ മരിച്ചെന്ന് പറ, എന്തെങ്കിലും ചെയ്ത് കയറി വാടേ. അണ്ണാ, നിങ്ങൾ അവിടെ ഇലക്ഷൻ ഉണ്ടായിരുന്ന? ഇല്ല. പിന്നെ നിങ്ങളെ വിരൽ എങ്ങനെ മഷി വീണത്? അത് ഇവിടുത്തെ ഒരു നാറിയെ എനിക്ക് കള്ള വോട്ടിട്ടത്. ഇവിടെ വോട്ടിട്ടപ്പം എന്റെ കയ്യിൽ വരെ വീണു. നിങ്ങൾ ഈ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് എങ്ങനെയാ ശ്വാസം വിടുന്നത്? മൂക്കി കൂടെ വിടാതെ കയറ്റാതിരുന്നാ പോരാടാ, വായി കൂടെ വിടാൻ കയറ്റം ചെയ്യാ. കണ്ട ചെറുക്കന്റെ എല്ലാം പോയി. വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കിയാണ്. ഞാൻ എന്തോന്ന് ചെയ്യാൻ? എന്റെ ബാഗിൽ തുറപ്പുണ്ട്, എടുത്ത് തൂക്കട്ടെ ഇവിടെ ഫുള്ള്. വന്നവന് വിളിച്ചു നോക്കടാ ഒന്ന്. ഓ അനിയ, നീ ഇത്ര പെട്ടെന്ന് വന്നാ? അണ്ണാ, ഞാൻ പറഞ്ഞില്ലേ ഇവ ഉടനെ എന്നെ വരുമെന്ന്. അണ്ണനാ? നീ ആരുടെത്തടായിരുന്നു സംസാരിക്കണ? അതൊക്കെ പണ്ട് പറഞ്ഞ വലിയ കഥയുണ്ട്, പിന്നെ പറയാ. ഇനിയിപ്പൊ ഞാൻ വന്നില്ലേ, നിന്റെ ട്രോമയൊക്കെ മാറിയില്ലേ, നീ ഒറ്റയ്ക്കിരുന്നൊന്നും സംസാരിക്കണ്ട കേട്ടാ. ട്രോമേ? ഓ, എന്നെ കാണാത്തോണ്ട് നിന്റെ റിലേക്ക് തെറ്റിരിക്കണെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. എടാ, അത് അച്ഛൻ നിന്റെ ജോലി പോയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അച്ഛാ, എനിക്ക് ഒരു കുരുവില്ല. ഞാൻ ബ്രിജേഷ് അണ്ണന്റെ കൂടെ ഹാപ്പിയാണ്, അല്ലേ അണ്ണാ? ഓ പതുക്കാടി. ബ്രിജേഷ, നിർത്തണം നിന്റെ കൂത്ത്. കുറെ നേരം കൊണ്ട് അവന്റെ ബ്രിജേഷ്. അമ്മ, നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റൂല, എനിക്ക് മാത്രം എങ്ങനെ കാണാൻ പറ്റൂ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ വിളിച്ചു വരുത്തിയത് എന്റെ ഉള്ള ജോലി കളഞ്ഞു കുടിക്കാൻ വേണ്ടിയല്ലേ? ഭ്രാന്തുള്ള കൂടപ്പിറപ്പിന് ഒരു താങ്കും തടലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ. അച്ഛനാണെന്ന് ഞാൻ നോക്കൂല, തുറപ്പെടുത്ത് തൂത്തളയും. നിങ്ങൾ വിചാരിക്കണ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഭ്രാന്തുള്ള എല്ലാണോ അങ്ങനെ തന്നെ പറയണതില്ല. അച്ഛനാണ് ഭ്രാന്ത്. അച്ഛന് ഭ്രാന്തെന്നാ? എടാ, നിനക്ക് വല്ലതും പറ്റിയാ? എടാ, നിനക്ക് വല്ലതും പറ്റിയാടാ? എടാ, നിനക്ക് വല്ലതും പറ്റിയാന്ന്? പ്രിയേഷണ്ണ, പ്രിയേഷണ്ണ, കാണാൻ പറ്റണില്ലേ? പ്രിയേഷണ്ണ, നിങ്ങളെവിടാ? അയ്യോ, പ്രിയേഷണ്ണ, പോയി ചെറുക്കന്റെ ഭ്രാന്ത് കൂത്തെല്ലാം പോയി. പോയാ? ആര് പോയി? എന്തിനു പോയി? എപ്പം പോയി? പ്രിയേഷണ്ണ, ഇവിടെ ഞാൻ അവിടെ ഉണ്ട്. പ്രിയേഷണ്ണ, എവിടെ ഉണ്ടാ നിങ്ങൾ? മണ്ടേ കയറി ഇരിക്കണം നീ. പ്രിയേഷണ്ണ, പ്രിയേഷണ്ണ, എടാ, ഇപ്പൊ എങ്ങനെ ഉണ്ട്? അങ്ങോട്ട് പോടാ. പ്രിയേഷണ്ണ, വല്ലതും പറ്റിയ മാമാ? കുഴപ്പമില്ല, ചെറുതായിട്ട് തല ഒന്ന് ഇടിച്ച്. നീ ആര്? ഞാനാണ് ബ്രിജേഷ്, ഫ്രീക്ക് ബ്രിജേഷ്. മാറിപ്പോടാ, ചവിട്ടി കെട്ടിക്കളഞ്ഞ. മാമ, ഞാനിവിടെ വരട്ടാ? എന്തിനീ കൂടെ പറയണ? പോടാ അവിടെ നിന്ന്. ചെറുക്കരി ഭ്രാന്ത് തന്നെ. എന്നെ വിട്ടു പോടാ അവിടെ നിന്ന്. മിണ്ടാതിന് ഞാൻ മുണ്ടോക്കി കാണിക്കുന്നില്ല. പോടാ.
ഇത് ഒരാൾക്കാ രണ്ടാൾക്കാ അല്ല, കുടുംബം മൊത്തം ഇളവിക്കിടക്കാണ് ഈശ്വരാ. തന്നെ മൂവി പഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. പ്ലീസ്